വീണ നായർ ഇപ്പോൾ കോൺഗ്രസ് തെരുവിലായിരുന്നു. ഇപ്പോൾ യുവമോർച്ചയും തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഒക്കെ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്കൊക്കെ നല്ല മർദ്ദനവും ഏറ്റിട്ടുണ്ട് കൊല്ലത്ത്. എം.വി. ഗോവിന്ദൻ പറഞ്ഞ പ്രതികരണം കണ്ടല്ലോ. ധാർമ്മികമായി രാജിവെച്ചാൽ പിന്നെ ധാർമ്മികതയുടെ പേരിൽ തിരികെ വരാനൊരു വഴിയില്ല. അതാണ് മുകേഷിനുള്ള ഒരു എന്താ പറയുക, അംഗീകാരമായി അല്ലെങ്കിൽ മുകേഷിന് തുടരാനുള്ള ഒരു കാരണമായി എം.വി. ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് സ്ത്രീപക്ഷമാണല്ലോ. ആ സ്ത്രീപക്ഷത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ആഴവും എന്താണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു തരികയാണ്. കാരണം നമ്മൾ വാളയാറിലും വടക്കാഞ്ചേരിയിലും ഒക്കെ എന്താണ് അവരുടെ സ്ത്രീപക്ഷം എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ ഹെൽമെറ്റ് ഇട്ട് കയറ്റിയ അവിടെ തീരുകയാണ് അവരുടെ സ്ത്രീപക്ഷം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഒരു നീതി നടപ്പിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു നീതി ഒരിക്കലും ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ ഗോവിന്ദമാഷ് ഇത് പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല സ്ത്രീകളും മുഖ്യമന്ത്രി പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടു. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വന്ന് പറഞ്ഞാൽ അതിനെ ഗൗരവമായിട്ട് ഞങ്ങൾ എടുക്കും. ആ വാക്ക് വിശ്വസിച്ച് എത്ര സ്ത്രീകളാണ് കഴിഞ്ഞ 4-5 ദിവസമായി അവർ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ വന്ന് പറഞ്ഞതും പിന്നീട് SITക്ക് മുമ്പിൽ മൊഴി കൊടുക്കാനും ഒക്കെ പോയിട്ടുള്ളത്. ഇവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീമതി ആനി രാജ പറഞ്ഞു, പവർ ആൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ആ പൊസിഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം. എന്തുകൊണ്ടാണ്? ഭരിക്കുന്ന പാർട്ടിയുടെ ജനപ്രതിനിധിയാണ്. അപ്പോൾ ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. EMSന്റെയും AKGയുടെ ഒക്കെ മഹത്തായ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടി മുകേഷിനെ പോലുള്ള ഒരാളുടെ ഒളിസേവകൾ മറയ്ക്കാനുള്ള ഒരു കർട്ടനായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തോന്നിവാസങ്ങളെ ഒക്കെ തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു പരിചയമായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം വില കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തപ്പെടുകയാണ് ഇതുപോലുള്ള നിലപാടുകൾ കൊണ്ട്. എന്ത് മെസ്സേജാണ് ശ്രീ M.V. ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ അവർക്ക് ഒരു MLA സ്ഥാനമാണോ ഈ കേരളത്തിലെ സ്ത്രീപക്ഷത്തുള്ളവരുടെ വിശ്വാസ്യതയേക്കാൾ അല്ലെങ്കിൽ വിശ്വാസത്തിനേക്കാൾ വലുത്? 100 ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സ്ത്രീകൾ ചേർന്ന് ശ്രീ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് കഴിഞ്ഞ ദിവസം സർക്കാരിന് നൽകിയിട്ടുണ്ട്, ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീമതി ആനി രാജ, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഈ രാജ്യത്തെ സ്ത്രീമുഖം, അതുപോലെ തന്നെ ശ്രീമതി ബൃന്ദ കാരാട്ട്, ഇവര് രണ്ടുപേരും, ശ്രീമതി ആനി രാജയും ബൃന്ദ കാരാട്ടും ഒക്കെ പറയുന്നു ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷം, ഞങ്ങളുടെയൊക്കെ പാർട്ടി ഇതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞങ്ങളുടെ പാർട്ടി ഇതാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള CPM എന്ന് പറയുന്ന ഒരു പാർട്ടി വ്യത്യസ്തവും സംസ്ഥാനത്തിലേക്ക് വരുന്ന CPM മറ്റൊരു പാർട്ടിയുമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് M.V. ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ വന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ. ശ്രീമതി ആനി രാജയും ബൃന്ദ കാരാട്ടും മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കേരളത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ നിലപാട് എന്താണ്? മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറിന്റെ നിലപാട് എന്താണ്? പീഡനം വന്നു കഴിഞ്ഞാൽ അളക്കാനുള്ള മീറ്ററുമായിട്ട് സ്ഥലങ്ങളിൽ എത്തുന്ന ശ്രീമതി ടീച്ചറിന്റെ നിലപാട് എന്താണ്? അപ്പോൾ കേരളത്തിലുള്ള വനിതാ ലീഡേഴ്സ് ചാഞ്ഞു നിൽക്കുന്നത് എവിടേക്കാണെന്നും ദേശീയ തലത്തിലുള്ള വനിതാ ലീഡേഴ്സ് ചാഞ്ഞു നിൽക്കുന്നത് ഏത് നിലപാടിലാണെന്നുള്ളതും നമ്മൾ വീക്ഷിക്കണം. ഇതിപ്പോ ഒരു ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കുന്നത് ഒരു പക്ഷം ഭയങ്കരമായി സ്ത്രീകളുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടുമ്പോൾ മറ്റൊരു വിഭാഗം ഇവിടുത്തെ പാട്രിയാർക്കിക്ക് കുട പിടിച്ചുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തുക. കാരണം ഇനി ശൈലജ ടീച്ചറിന് മന്ത്രിയാകണം, ശ്രീമതി ടീച്ചറിന് മന്ത്രിയാകണം, വീണ ജോർജിന് ഇനിയും പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടി മന്ത്രിയാകാൻ സാധിക്കുമെങ്കിൽ മന്ത്രിയാകണം. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഈ സ്ത്രീകൾ ആരും അധികാര ശ്രേണിയിൽ നിന്ന് ഇറങ്ങി വരാൻ ഇവരാരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവർ ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ. ഇല്ല എങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ പാർട്ടിക്കുള്ളിൽ CPM എല്ലാം ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ്. ഇവർ ശക്തമായിട്ട് സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ടൊരു നിലപാടെടുക്കണ്ടേ? പുരുഷന്മാർ തെറ്റായ ട്രാക്കിലാണ് പോകുന്നതെങ്കിൽ സ്ത്രീകൾക്ക് അവരെ തിരുത്താനുള്ള ബാധ്യതയില്ലേ? എങ്ങനെയാണ് ഇനി മുകേഷിന്റെ MLA സീറ്റിനാണ് വില? മുകേഷ് ആത്യന്തികമായ ഒരു കലാകാരനാണ്.
MLA എന്നുള്ളത് അതിനുശേഷം ഈ പാർട്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു പ്രിവിലേജാണ്. അതും ഒന്നാം ഭാര്യയും അടക്കമുള്ളവർ നേരിട്ടിട്ടുള്ള അട്രോസിറ്റീസിനെ കുറിച്ച് പൊതുമണ്ഡലത്തിൽ ശ്രീമതി വീണ ജോർജിനോട് തന്നെ അവർ തുറന്നു പറഞ്ഞ കഥയൊക്കെ ഇപ്പം ആ വീഡിയോ ഒക്കെ വൈറലായി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് മാത്രമോ, ഒരു സ്ത്രീയല്ല, രണ്ട് സ്ത്രീയല്ല, എത്രയോ സ്ത്രീകളാണ് മുകേഷിനെ കുറിച്ച് ആരോപണങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത്. അവർ നേരിട്ടിട്ടുള്ള തിക്ത അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ത്യയിലെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു MLA അവിടെ ഇരുത്തി സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കവചവും ഒരുക്കിക്കൊണ്ട് സ്ത്രീകൾക്കൊപ്പം ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുന്ന മഹത്തായ പിണറായി സർക്കാരിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Debate with Smriti Parthikad.